Hello dear students, welcome back to Computer Applications class. In the last class, we finished chapter 1, Review of C++ Programming. And today, we begin a new chapter, chapter 2, Arrays. അതോടെ നിൽക്കട്ടെ, ഈ ക്ലാസ് കാണുന്ന രണ്ട് കുട്ടികളുടെ പേര് ഞാൻ പറയാൻ പോവാണ്. വിവേകും ആതിരയും. അങ്ങനെ രണ്ട് പേര് ഈ ക്ലാസ് കാണുന്നുണ്ട്. അവരെന്നെ നോക്കുന്നുണ്ട് ഇപ്പോൾ. ഈ രണ്ട് കുട്ടികളെയും അവരുടെ വീടുകളിൽ മാതാപിതാക്കളും ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഈ രണ്ട് കുട്ടികളെ റെഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അവരുടെ മാതാപിതാക്കൾ അവർക്ക് നൽകിയ ഈ മനോഹരങ്ങളായ രണ്ട് പേരുകൾ, വിവേകും ആതിരയും. പക്ഷേ ഈ കുട്ടികൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ, അവരുടെ ക്ലാസ് മുറിക്കുള്ളിൽ എത്തുമ്പോഴത്തേനും ചിലപ്പോൾ ഇവരെ റെഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് 12A റോൾ നമ്പർ 5 എന്നായിരിക്കും ആതിരയെ റെഫർ ചെയ്യുക. 12A റോൾ നമ്പർ 45 എന്ന നിലയിലായിരിക്കും വിവേകിനെ റെഫർ ചെയ്യുക. അഫ്കോഴ്സ് നിങ്ങളുടെ അധ്യാപകർ തീർച്ചയായിട്ടും പേര് ഉപയോഗിച്ച് തന്നെ നിങ്ങളെ വിളിക്കും. പക്ഷേ ചില ഘട്ടങ്ങളിലെങ്കിലും ഈ റോൾ നമ്പർ എന്നൊരു സംവിധാനം കയറി വരും. പ്രത്യേകിച്ചും അറ്റൻഡൻസ് എടുത്തു തുടങ്ങുമ്പോൾ പേരുകളായിരിക്കും, ഗ്രാജുവലി അത് പിന്നെ റോൾ നമ്പറിലേക്ക് മാറും അല്ലേ. അതുപോലെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേനും അത് അറിയിക്കുന്നതും റോൾ നമ്പർ വൈസായിട്ടായിരിക്കും അറിയപ്പെടുക. അവിടെ റോൾ നമ്പർ ഉപയോഗിക്കുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടാവാം. ഒരു ക്ലാസ്സിൽ ഒന്നിലധികം വിവേകം ഉണ്ടാകാം. അപ്പോൾ ചോദിക്കാം, ഇനിഷ്യൽ വേറെ ആയിരിക്കില്ലേ? ഇനിഷ്യൽ പോലും സെയിം ആയിട്ടുള്ള വിവേകം ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ, വിവേക് VS, വിശ്വംഭരൻ സരള ദമ്പതിമാരുടെ മകൻ വിവേക് VS ആയിരിക്കാം. അല്ലെങ്കിൽ വിജയൻ സുമതി ദമ്പതിമാരുടെ മകൻ, അതും ഒരുപക്ഷെ വിവേക് VS തന്നെ ആയിരിക്കാം. അപ്പോൾ എന്തു തന്നെയായാലും റോൾ നമ്പറിംഗ് എന്നൊരു സംവിധാനം ചിലപ്പോഴെങ്കിലും നമ്മുടെ ക്ലാസ് മുറികളിൽ നിങ്ങൾ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ പേര് മാത്രം ഉപയോഗിക്കാത്തത്? ഒന്ന്, ഈ പറഞ്ഞ ഡ്യൂപ്ലിക്കേഷൻ എന്നൊരു സംവിധാനം വന്നേക്കാം. ഒരു ക്ലാസ്സിൽ ഒരു പേരിൽ ഒരു കുട്ടി മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. മറ്റൊന്ന്, നമ്മുടെ വീടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വീടിനുള്ളിൽ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയേയില്ല. ഒരു പേരിൽ ഒന്നിലധികം ആൾക്കാർ ഒരു വീടിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. മറ്റൊന്ന്, വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും അവരവരുടെ പേരുകൾ പറഞ്ഞ് തന്നെ റെഫർ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ, സ്കൂളിനുള്ളിൽ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴത്തേനും അവിടെ കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. എല്ലായ്പ്പോഴും പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തരെയും റെഫർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ ഒരേ റോൾ നമ്പർ ഒന്നിലധികം ക്ലാസ്സുകളിലുണ്ടല്ലോ. അതിനാണല്ലോ പ്രത്യേകം ക്ലാസ് നെയിം ഉള്ളത്. 12A റോൾ നമ്പർ 1 അതൊരു കുട്ടിയായിരിക്കാം. 12B റോൾ നമ്പർ 1 അത് വേറൊരു കുട്ടിയായിരിക്കാം. അപ്പോൾ 1 to 50, തൽക്കാലം നമുക്ക് 50 കുട്ടികളാണ് ഒരു ക്ലാസ്സിനുള്ളിൽ ഉള്ളതെന്ന് വിചാരിക്കുക. ഒരു ക്ലാസ്സിലെ 50 കുട്ടികളെ 12A കുട്ടികളാണെങ്കിൽ 12A1, 12A2, 12A3 അങ്ങനെയായിരിക്കും ആ 50 കുട്ടികളെയും റെഫർ ചെയ്യുക. 12B വീണ്ടും വരുന്നു 12B1, 12B2 എന്ന നിലയിൽ അവിടുത്തെ 50 കുട്ടികളെ റെഫർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് വാല്യൂസ് കൂടുതൽ വരുമ്പോഴത്തേനും ഈ ഒരു റോൾ നമ്പർ അല്ലെങ്കിൽ സീരിയൽ നമ്പർ ഒരു കോമൺ ടെർമിനോളജി, അവിടെ ഒരു ക്ലാസ് നെയിം അലോങ് വിത്ത് ദാറ്റ് റോൾ നമ്പർ എന്നൊരു സംവിധാനം വരുന്നു. ഡേറ്റ നമ്പർ ഓഫ് വാല്യൂസ് കുറവാണെങ്കിൽ, കുറച്ച് ആൾക്കാർ മാത്രമുള്ള സിറ്റുവേഷനിൽ നമുക്ക് വ്യക്തമായി ഇഷ്ടമുള്ള പേരുകൾ ഉപയോഗിച്ച് റെഫർ ചെയ്യാൻ സാധിക്കും. ഇതവിടെ അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് വരാം. പ്രോഗ്രാമിലും നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ പലപ്പോഴും ചില പ്രോഗ്രാം എലമെൻസിനെ റെഫർ ചെയ്യേണ്ടി വരാറുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ റിക്കളക്ട് ചെയ്തെടുത്തതാണ് ഐഡൻറ്റിഫയേഴ്സ് എന്നൊരു ടെർമിനോളജി.
ഐഡൻറ്റിഫയേഴ്സ് ആർ ദ ടോക്കൺസ് അല്ലേ? എന്താ ഐഡൻറ്റിഫയേഴ്സ് ഓർമ്മയുണ്ടോ? ഐഡൻറ്റിഫയേഴ്സ് ആർ ദ ടോക്കൺസ് വിച്ച് ആർ യൂസ് ടു ഐഡൻറ്റിഫൈ സം പ്രോഗ്രാം എലമെൻറ്റ്സ്. അവിടെ വേരിയബിൾസ് എന്നും ലേബിൾസ് എന്നും ഫങ്ഷൻ നെയിംസ് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രോഗ്രാം എലമെൻറ്റ്സ് കണ്ടു അല്ലേ? അപ്പോൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തപ്പോഴെല്ലാം നമ്മൾ ഇത്തരം എലമെൻറ്റ്സിനെ റെഫർ ചെയ്യാൻ ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്തിരുന്നു. പ്രോഗ്രാം എഴുതുമ്പോൾ പ്രോഗ്രാം പ്രധാനമായിട്ടും എന്തിനാണ് എഴുതാറുള്ളത്? പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. അപ്പോൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡേറ്റ പ്രോസസ്സിങ് ചെയ്യേണ്ടതായിട്ട് വരും. കമ്പ്യൂട്ടറിനെ കൊണ്ട് ഡേറ്റ പ്രോസസ്സ് ചെയ്യിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ പ്രോഗ്രാംസ് എഴുതുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിനുള്ളിൽ ഡേറ്റയെ റെഫർ ചെയ്യേണ്ടി വരും. അതിനെന്ത് ഫെസിലിറ്റിയാണ് ഉപയോഗിക്കുന്നത്? അതെ, വേരിയബിൾസ്. ശരി, നമ്മൾ കഴിഞ്ഞ വർഷത്തിലെ ചില ക്ലാസ്സുകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആദ്യം പ്രോഗ്രാമിംഗ് എഴുതി തുടങ്ങിയ ചില ക്ലാസ്സുകൾ. 2 നമ്പേഴ്സിൻ്റെ സം കാണുന്ന ഒരു പ്രോഗ്രാം നമ്മൾ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ പെട്ടെന്ന് വേരിയബിൾസായിട്ട് എന്താ പറഞ്ഞേ? നിങ്ങളുടെ മനസ്സ് ഞാൻ കാണുന്നുണ്ട്. എയും ബിയും പറഞ്ഞവരുണ്ടാവും, പിയും ക്യൂവും പറഞ്ഞവരുണ്ടാകാം. പിന്നെ വേരിയബിൾ നെയിം ചെയ്യുന്നതിനുള്ള ചില ഗൈഡ് ലൈൻസ് കിട്ടിയതിന് ശേഷം നിങ്ങൾ നമ്പർ 1 നമ്പർ 2 എന്ന് ഉപയോഗിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ ചുരുക്കി നം1 നം2 എന്ന് ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടാകാം. വീണ്ടും ചുരുക്കി n1 n2 എന്ന് ഉപയോഗിച്ചവരും ഉണ്ടാകാം. ശരിയാണ്, എല്ലാവരുടെയും പ്രയോഗങ്ങൾ ശരി തന്നെയാണ്, പ്രോഗ്രാംസൊക്കെ ശരിയുമാണ്. പിന്നീട് നമ്മൾ മറ്റൊരു പ്രോഗ്രാം കുറച്ചുകൂടി ഡേറ്റ കൂടുതലുള്ള, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു സെക്കൻഡ് ഇയറിലെ ഒരു വിഷയത്തിൻ്റെ മാർക്ക്, ടോട്ടൽ മാർക്സ്, പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന സബ്ജക്റ്റിൻ്റെ ആകെ മാർക്സ് എന്ന് പറയുന്നത് 3 കമ്പോണൻറ്റുകൾ ചേർന്നതാണല്ലോ. കണ്ടിന്യൂസ് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട CE സ്കോർ, പ്രാക്ടിക്കൽ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട PE സ്കോർ, തിയറി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട TE സ്കോർ. ഇങ്ങനെയല്ലേ? ഇപ്പോൾ പ്രോഗ്രാം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. യു വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ദി ടോട്ടൽ മാർക്സ് ഓഫ് ദീസ് 3 കമ്പോണൻറ്റ്സ്. ഈ 3 മാർക്കുകൾ ഇൻപുട്ട് ചെയ്ത് ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കുക എന്നായിരിക്കാം. വീണ്ടും വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യും അല്ലേ? എങ്ങനെയായിരിക്കും? ചിലർ കൃത്യമായി CE, PE, TE എന്നീ 3 വേരിയബിൾസ് ആയിരിക്കും യൂസ് ചെയ്യുക. പഴയ ലാഘവ ബുദ്ധിയോടെ കാണുന്നവരുണ്ട്. എന്തായിരിക്കും? ABC എളുപ്പത്തിൽ അല്ലേ, ഇൻറ്റ് A, B, C അങ്ങനെ പറഞ്ഞു പോകുന്നവരുണ്ടാവും. ചിലർ മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 അങ്ങനെ പറഞ്ഞു പോകുന്നവരുണ്ടാവാം. ചുരുക്കി M1, M2, M3 അങ്ങനെ പറയുന്നവരും ഉണ്ടാകാം. എല്ലാം ശരിയാണ്, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. മറ്റൊരു സിറ്റുവേഷനിലേക്ക് നമുക്ക് പോവാം. നമുക്ക് 6 വിഷയങ്ങളാണല്ലോ ഉള്ളത്. ഒരു പരീക്ഷ നടത്തി കഴിഞ്ഞപ്പോൾ, ഒരു ടേമിനൽ എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ മാർക്കുകളുടെ ആവറേജ്, നമുക്കുള്ള ആവറേജ് മാർക്ക് എത്ര? ഇതാണ് ചോദ്യമെങ്കിൽ 6 മാർക്കുകളെ റെഫർ ചെയ്യണ്ടേ? എങ്ങനെ വേരിയബിൾ ഉണ്ടാക്കും? ചിലർ ABCDEF അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു പോകും. മറ്റു ചിലരോ കൃത്യമായും ഈ നെയിമിംഗ് കോൺസെപ്റ്റ്, ആ നെയിമിംഗ് ഗൈഡ് ലൈൻ ഫോളോ ചെയ്യുന്നവർ ഒരുപക്ഷെ ENG ഫോർ ഇംഗ്ലീഷ് മാർക്സ്, LAN2 സെക്കൻഡ് ലാംഗ്വേജിൻ്റെ മാർക്ക്, പിന്നെ നമ്മുടെ വിഷയങ്ങൾ ACC ഫോർ അക്കൗണ്ടൻസി, BS ഫോർ ബിസിനസ് സ്റ്റഡീസ്, ECO ഫോർ എക്കണോമിക്സ്, CA ഫോർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഈ രീതിയിൽ 6 വേരിയബിൾസ് ഡിസൈൻ ചെയ്യും. കൊള്ളാം, വെൽ ആൻഡ് ഗുഡ്. മറ്റു ചിലർ മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, മാർക്ക് 4, മാർക്ക് 5, മാർക്ക് 6 അങ്ങനെയാകാം. ചുരുക്കി M1, M2, M3, M4, M5, M6 ഇങ്ങനെയും ചെയ്യുന്നവരുണ്ടാകാം. ഇതും ശരിയാണ്, നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരി തന്നെയാണ്. ഞാൻ ലോഡ് അല്പം കൂട്ടാൻ പോവുകയാണ്. ഒരു പരീക്ഷ കഴിഞ്ഞു, നമുക്ക് ക്ലാസ് ആവറേജ് കണ്ടുപിടിക്കണം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന വിഷയത്തിൻ്റെ ക്ലാസ് ആവറേജ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മുടെ ക്ലാസ്സിലെ 50 കുട്ടികൾക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന വിഷയത്തിൽ കിട്ടിയ മാർക്കുകളുടെ ടോട്ടൽ കണ്ടുപിടിച്ച് 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയല്ലേ ആവറേജ് കാണുന്നത്? അപ്പോൾ 50 മാർക്കുകൾ റെഫർ ചെയ്യേണ്ടി വരുന്നു. ഇനി പറഞ്ഞ വേരിയബിൾ ചിലരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ABCDEFZ വരെ പോയല്ലേ? ബാക്കിയോ? ചിലരുടെ മനസ്സിൽ ഇതേ രൂപം കൊള്ളുന്നുണ്ട്. ഐഡൻറ്റിഫയേഴ്സിൻ്റെ നെയിം, വേരിയബിൾസിൻ്റെ പേര് എങ്ങനെയാണ്? AA, AB, AC അങ്ങനെ മുന്നോട്ട് പോകുന്നവരുണ്ടാവും. ശരിയാണ്. ചിലർ A to Z വരെ പോയി പിന്നീട് AB അല്ലെങ്കിൽ AA, BA, CA അങ്ങനെ പോകുന്നവരുണ്ടാവും. അതും ശരിയാണ്. മറ്റു ചിലർ Z-ന് ശേഷം A1, A2, A3 അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ പല രീതിയിൽ മുന്നോട്ട് പോകുന്നവരുണ്ടാവും. 50 വേരിയബിൾസ് ഡിഫൈൻ ചെയ്താൽ മതിയല്ലോ. ഡിഫറൻ്റ് ആയിട്ടുള്ള 50 ഐഡൻറ്റിഫയേഴ്സിനെ നമുക്ക് കണ്ടെത്തിയാൽ മതി. ചിലർ മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 അങ്ങനെ മാർക്ക് 50 വരെ, ചിലപ്പോൾ ചുരുക്കി M1, M2, M3 അപ് ടു M50 വരെ ഇങ്ങനെയും വേരിയബിൾ നെയിംസ് ഡിസൈൻ ചെയ്യും. ഇതും ശരിയാണ്. പക്ഷേ പ്രശ്നം വരുന്നത് ഇതിൽ ഏറ്റവും
എന്താ പറയുക കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു നെയിമിംഗ് പാറ്റേൺ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും M1, M2, M3 അല്ലെങ്കിൽ പോട്ടെ മാർക്ക് 1, മാർക്ക് 2 അങ്ങനെ പോകുന്നതാണ്. ABCDയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ട് നെയിം ചെയ്യുന്നതിനെയോ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അതെന്താ കുഴപ്പം എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തരണം. നമ്മൾ ഈ രീതിയിൽ അതായത് ഡിഫറൻറ്റ് നെയിംസ് ഉപയോഗിച്ച് മാർക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് കരുതുക. പേരുകളും മനസ്സിൽ കണ്ടു. എൻ്റെ ഒരു ആവശ്യം പറയുന്നു, വിവേകിൻ്റെ ഫ്രണ്ട്സിന് കിട്ടിയ മാർക്കുകളുടെ ആവറേജ്, ഫ്രണ്ട്സിൻ്റെ ആവറേജ് മാർക്ക് 5 ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഒരു കുട്ടിയുടെ റോൾ നമ്പർ, എനിക്ക് റോൾ നമ്പർ അറിയുള്ളൂ, റോൾ നമ്പർ 20 ആണ്. അതായത് 20ാമത്തെ കുട്ടിയുടെ മാർക്കും 35 എന്ന റോൾ നമ്പറിലെ കുട്ടിയുടെ മാർക്കും 48 എന്ന റോൾ നമ്പറിലെ കുട്ടിയുടെ മാർക്കും പിന്നെ 27 എന്ന റോൾ നമ്പറിലെ കുട്ടിയുടെ മാർക്കും അങ്ങനെ അവിടെയുള്ള റാൻഡമായിട്ടുള്ള ഏതൊക്കെയോ റോൾ നമ്പറിലെ കുട്ടികളുടെ മാർക്കാണ് ആഡ് ചെയ്യേണ്ടത്. പണിയായോ? ഈ ABCD വെച്ച് കളിച്ചവർ ഈ മാർക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വേരിയബിൾ എന്ന് പറഞ്ഞേ പണി കിട്ടിയല്ലേ? ഇരുന്ന് കൗണ്ട് ചെയ്യേണ്ടി വരും. B 20ാമത്തെ മാർക്ക് എത്ര, ഏത് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് 20ാമത്തെ മാർക്കിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് 35ാമത്തെ മാർക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങളിപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ M1, M2, M3 എന്ന രീതിയിൽ വേരിയബിൾ നെയിം ചെയ്തവർ ഇപ്പോൾ തന്നെ അവർ കിട്ടിക്കുന്നു. അവർ ചോദിക്കും, സാറിന് ഏത് മാർക്കാണ് വേണ്ടേ? 20യോ? എന്നാൽ പിടിച്ചോ, M20. ഇനി ആരാ? 35 ആണോ? എടുത്തോളൂ. M35. ഇനി ആരുടെ മാർക്കാണ് വേണ്ടേ? റോൾ നമ്പർ 40. M40. ഇനി ആരാ? 27. M27. എന്ത് ഈസി ആയിട്ടാണ് ഏതൊരു ഡേറ്റയെയും റെഫർ ചെയ്യാൻ സാധിക്കുക ഈ ഒരു നെയിമിംഗ് പാറ്റേൺ ആണെങ്കിൽ. അപ്പോൾ നമ്മളൊന്ന് ഉറപ്പിക്കുന്നു, കൂടുതൽ ഡേറ്റ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ വേരിയബിൾ നെയിം ഡിസൈൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കോമൺ ഇംഗ്ലീഷ് വേർഡ്, അത് ഒരു ലെറ്റർ ആയിക്കോട്ടെ ഒന്നിലധികം ലെറ്റേഴ്സ് ആയിക്കോട്ടെ, ഒരു കോമൺ വേർഡ് ഉണ്ടാകണം. അതേ തുടർന്ന് എന്താ പറയുക, അതിൻ്റെ പിന്നാലെ ദാറ്റ് കോമൺ വേർഡ് ഷുഡ് ബി ഫോളോഡ് ബൈ എ നമ്പർ, എ സീരിയൽ നമ്പർ ലൈക്ക് 1, 2, 3, 4 അങ്ങനെ പോകുന്നത്. അത് മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 അങ്ങനെ മുന്നോട്ട് പോയാലും കുഴപ്പമില്ല. M1, M2, M3 എന്ന നിലയിൽ മുന്നോട്ട് പോയാലും കുഴപ്പമില്ല. സോ നെയിമിംഗ് പാറ്റേൺ ഈസ് ഗുഡ്, ഇസ്ന്റ് ഇറ്റ്? വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഏത് ഡേറ്റയും റെഫർ ചെയ്യാൻ ഈ രീതിയിലുള്ള ഒരു നെയിമിംഗ് പാറ്റേൺ നല്ലതാണ്. ഉറപ്പിച്ചേ? ശരി, നമുക്ക് പ്രോഗ്രാം എഴുതുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. ഈ ഒരു വേരിയബിൾ നെയിംസ് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് ആവറേജ് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം എഴുതേണ്ടി വന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വേരിയബിൾ ഡിക്ലെയർ ചെയ്യണ്ടേ? ഒന്ന് ആലോചിച്ചേ. വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് നോക്കിയേ. ഇതേ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇൻറ്റ് M1, M2, M3, M4 പോരട്ടെ എറ്റ്സെട്ര അപ് ടു M50. പണി കിട്ടി. എറ്റ്സെട്ര അങ്ങനെ ഒരു സാധനമൊന്നും പ്രോഗ്രാമിങ്ങിൽ പാടില്ല. കൃത്യമായി വേരിയബിൾസ് പറഞ്ഞേ പറ്റൂ. എല്ലാ വേരിയബിൾസും, ഈ 50 വേരിയബിൾസും കോമ സെപ്പറേറ്റഡ് ലിസ്റ്റായിട്ട് എഴുതിയേ പറ്റത്തുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ ഇൻറ്റ് ഒരു തവണ കൊടുത്താൽ മതി. ചില പണിയാണല്ലേ, ഒരു ലബോറിയസ് വർക്കാണ്. സാരമില്ല, മെനക്കെട്ടിരുന്ന് എഴുതാം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ് വരുന്നത്? 50 മാർക്സ് ഇൻപുട്ട് ചെയ്യണം. ഓക്കെ, നമ്മളൊരു മെസ്സേജ് ഒക്കെ കൊടുത്തു, സി ഔട്ട് എൻ്റർ ദ മാർക്സ് ഓഫ് 50 സ്റ്റുഡൻസ്. ഒറ്റ ലൈനിൽ അതും കൊടുത്തു അവസാനിപ്പിച്ചു. പക്ഷെ അടുത്തോ സി ഇൻപുട്ട് ഓപ്പറേറ്റർ M1, ഇൻപുട്ട് ഓപ്പറേറ്റർ M2, ഓപ്പറേറ്റർ M3, ഓപ്പറേറ്റർ M4 എറ്റ്സെട്ര അപ് ടു M50. വീണ്ടും എറ്റ്സെട്ര പറ്റത്തില്ല. ഈ എറ്റ്സെട്ര പരിപാടി പ്രോഗ്രാമിങ്ങിലില്ല. അവിടെയും കൃത്യമായി 50 വേരിയബിൾസ്, ഈ പറഞ്ഞ 50 വേരിയബിൾ നെയിംസും ഓപ്പറേറ്ററിനോടൊപ്പം കൊടുത്തേ പറ്റത്തുള്ളൂ. സീൻ ഒരു തവണ മതി. ഭാഗ്യത്തിന് കാസ്കേഡിംഗ് എന്നൊരു സംവിധാനമുണ്ടല്ലോ, അതില്ലായിരുന്നെങ്കിലോ M1, M2, M3 ഇങ്ങനെ 50 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ എഴുതേണ്ടി വന്നേനെ. പ്രോഗ്രാമിംഗ് ഒരു ബോറൻ പണിയായി തുടങ്ങി അല്ലേ, ഒരു ലബോറിയസ് വർക്ക്, ഒരുതരം എംബോസിഷൻ എഴുതുന്ന രീതിയിലേക്ക് മാറുകയാണ്. പോട്ടെ, അതും നമുക്ക് മെനക്കെട്ടിരുന്ന് എഴുതാം. അടുത്തെന്താ വരുന്നത്? ഇതിൻ്റെ ടോട്ടൽ കാണണ്ടേ? S ഈക്വൽസ് M1 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് M4 പ്ലസ് എറ്റ്സെട്ര. പോയി വീണ്ടും എറ്റ്സെട്ര കയറി വരുന്നു. നടക്കത്തില്ല. നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് എന്ന ഏരിയയെ വെറുത്തു പോവും ഇങ്ങനെയാണ് പ്രോഗ്രാം എഴുതേണ്ടി വരികയാണെങ്കിൽ. വെറുക്കണ്ട കേട്ടോ. വളരെ എളുപ്പത്തിൽ, വളരെ ഈസി ആയിട്ട്, ഇഫക്റ്റീവായിട്ട് ഈ ആസ്പെക്ട്സ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു നെയിമിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പ്രോഗ്രാം എഴുതാനാവുന്ന ഒരു ഫെസിലിറ്റി C++ ലാംഗ്വേജ് മിക്കവാറും എല്ലാ ലാംഗ്വേജസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം അതെങ്ങനെയാണ് സാധിക്കുകയെന്ന്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, M1, M2 ആ ഒരു പാറ്റേൺ തീരുമാനിച്ചു. ബുദ്ധിമുട്ടെന്തോ ഈ എഴുതി പിടിപ്പിക്കുന്ന കാര്യത്തിലല്ലേ ഉള്ളൂ ബുദ്ധിമുട്ട്. എന്തായാലും ഡിക്ലറേഷൻ ഒഴിവാക്കാൻ കഴിയില്ല.
നമുക്ക് ഒരു എളുപ്പ വഴി ആലോചിക്കാം. ഇൻറ്റ് ഡേറ്റ ടൈപ്പ് അത് എഴുതിയേ പറ്റുള്ളൂ, ഒരു തവണ എഴുതിയുള്ളൂ. ഓക്കെ, ആ ഇൻറ്റ് എന്ന ഡേറ്റ ടൈപ്പ് നമ്മൾ നേരെ അങ്ങ് എഴുതുന്നു. ഓക്കെ, ഇൻറ്റ് എഴുതി. ഇനി എന്തുവാ, ആ വേരിയബിൾസിലുള്ള ഒരു കോമൺ പാർട്ട് M1 M2 എന്നല്ലേ പറഞ്ഞ. സോ M is the common word. ഒരു ലെറ്ററേ ഉള്ളൂ, സ്റ്റിൽ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ വേർഡ്. മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 അങ്ങനെയാണെങ്കിൽ മാർക്ക് ഈസ് ദ കോമൺ പാർട്ട്. സ്കോർ 1, സ്കോർ 2, സ്കോർ 3 അങ്ങനെ പോയിരുന്നുവെങ്കിൽ സ്കോർ ഈസ് ദ കോമൺ പാർട്ട്. റൈറ്റ്, ഞാനിവിടെ M എന്നെടുക്കുന്നു. സോ M എന്ന കോമൺ പാർട്ട് ഇൻറ്റ് എഴുതി, അതിനുശേഷം M എന്ന കോമൺ പാർട്ടും എഴുതി. ഇനി എന്താ വേണ്ടേ, ഇനി നമ്പർ ഇടാൻ നിൽക്കണ്ട. അപ്പോൾ M എന്ന കോമൺ വേർഡ് ഉപയോഗിച്ച് എത്ര ഡേറ്റയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്? 50. അതെ, 50 നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 50 അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ എന്തൊക്കെ ചെയ്തേ, ഇൻറ്റ് എഴുതി, M എഴുതി, സ്ക്വയർ ബ്രാക്കറ്റിൽ 50 എന്ന സൈസും കൊടുത്തു. ഈ ഡിക്ലറേഷൻ ഇപ്പോൾ നമ്മൾ ചെയ്തു കഴിഞ്ഞത് ഒരു സെമി കോളൻ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റായി. ഇറ്റ് ഈസ് നോൺ ആസ് ആൻ അറേ. നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഇൻറ്റ് M50 എന്ന് എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയും. ഈ M ഉപയോഗിച്ചിട്ട് വി ക്യാൻ റെഫർ 50 ഇൻറ്റിജേഴ്സ്. വളരെ എളുപ്പത്തിൽ നേരത്തെ അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും 50 നമ്പേഴ്സിനെ. സോ അറേയുടെ ഒരു കോൺസെപ്റ്റ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഒന്ന് പറഞ്ഞു നോക്കാം എങ്ങനെ ഒരു അറേക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാം. അതെ, അറേ ഇസ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ. ഇൻറ്റ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്, അത് ഒരു തവണയല്ലേ കൊടുത്തുള്ളൂ. സോ എല്ലാ വേരിയബിൾസിലൂടെയും നമ്മൾ റെഫർ ചെയ്യുന്നത് ഒരേ ടൈപ്പ് ഡേറ്റയാണ്. ഹിയർ ഇറ്റ് ഈസ് ഇൻറ്റ്, ഇൻറ്റിജർ ടൈപ്പ് ഡേറ്റ. റൈറ്റ്, സോ എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ എ കോമൺ നെയിം M. M എന്ന ഒരു വേർഡ് ഉപയോഗിച്ച്, ഒരു പേര് ഉപയോഗിച്ചിട്ട് ഒരു കളക്ഷൻ ഓഫ് ഡേറ്റ 50 നമ്പേഴ്സ് ഓഫ് 50 എന്താണ് ഡിഫറെൻറ്റ് എലമെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ദാറ്റ് ഇസ് അറേ. ഓക്കെ, ഇനി M1 M2 M3 എന്ന 50 വേരിയബിൾസിന് പകരമാണല്ലോ നമ്മൾ ഈ അറേ കൊണ്ടുവന്നത്. ആ രീതിയിൽ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് വേരിയബിൾസ് അല്ലേ. ഇൻറ്റ് M1 M2 M3 ആ 50 വേരിയബിൾസ് ഇൻറ്റ് ടൈപ്പിൽപ്പെട്ട ഒരേപോലെയുള്ള വേരിയബിൾസിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഐഡൻറ്റിഫൈഡ് ബൈ എ കോമൺ നെയിം. അങ്ങനെയും പറയാം, ശരിയാണ്. പക്ഷേ കുറച്ചും കൂടി എന്താ പറയുക, കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. അതിൽ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. എന്താണെന്നറിയോ, അറേ ഇസ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ സ്റ്റോർഡ് ഇൻ കണ്ടിഗ്യുവസ് ലൊക്കേഷൻസ്. ആ ഒരു പ്രയോഗം ഓർത്തോളാം, കണ്ടിഗ്യുവസ് ലൊക്കേഷൻസ്. മെമ്മറിയിൽ അടുത്തടുത്ത ലൊക്കേഷനുകളിലായിട്ടാണ് ഈ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യുന്നത്. അതാണ് പ്രത്യേകത. അപ്പോൾ ഇതിന് മുമ്പൊക്കെ നമ്മൾ പഠിച്ച ഇൻറ്റ് A, B അവിടെ 4 ബൈറ്റ്സ് ഈച്ചുള്ള 2 ലൊക്കേഷൻ ഉണ്ടാവുമല്ലോ. അത് അടുത്തടുത്തായിരിക്കുമോ? ഒരു ഗ്യാരണ്ടിയും ഇല്ല. 2 ലൊക്കേഷനായിരിക്കും. അത് അടുത്തടുത്ത ലൊക്കേഷൻ ആയിരിക്കുമെന്നോ എക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്ത ലൊക്കേഷന് ശേഷമുള്ള ഒന്ന് തന്നെയായിരിക്കും ബിക്ക് വേണ്ടിയെന്നോ ഒന്നും പറയാൻ കഴിയില്ല. നമുക്കൊട്ട് അറിയേണ്ട കാര്യമില്ലെന്നേ. ഏതെങ്കിലും 2 ലൊക്കേഷൻ കിട്ടിയാൽ മതി. കാരണം എന്താ, റാമിലെ അല്ലേ ലൊക്കേഷൻസ്. റാമിലെ ഏത് ലൊക്കേഷനിൽ നിന്നും ഡേറ്റ ആക്സസ് ചെയ്യാൻ സെയിം ടൈം ആൻഡ് എഫേർട്ട്. അതുകൊണ്ട് അത് പ്രശ്നമില്ല, നമുക്ക് 2 ലൊക്കേഷൻ കിട്ടണം. ഇവിടെ ഒരു കോമൺ നെയിം ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവയെ ഓരോന്നിനെയും ആക്സസ് ചെയ്യാൻ ഈ രീതിയിൽ കണ്ടിഗ്യുവസ് ആയിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുക. സോ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ സ്റ്റോർഡ് ഇൻ കണ്ടിഗ്യുവസ് ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈഡ് ബൈ എ കോമൺ നെയിം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് പോകാം. എനിവേ, അങ്ങനെ ഒരു ഡെഫിനേഷൻ മനസ്സിലിരിക്കട്ടെ. അപ്പോൾ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു, അറേ ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. വേരിയബിൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ ഡിക്ലെയർ ചെയ്യണമല്ലോ. അതുപോലെ അറേ നമ്മളൊരു പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ ഡിക്ലെയർ ചെയ്യണം. ഡിക്ലറേഷൻ ഒരു സിൻടാക്സ് ഉണ്ട്, നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇൻറ്റ് M50 എന്ന് നമ്മൾ നേരത്തെ കണ്ടല്ലോ. അത് തന്നെയാണ് അറേയുടെ ഡിക്ലറേഷൻ്റെ സിൻടാക്സും. എന്ന് കരുതി എല്ലായ്പ്പോഴും ഇൻറ്റ് ആകണമെന്നില്ല. നമ്മളവിടെ ഇൻറ്റിജർ ഡേറ്റയുടെ കളക്ഷനാണ് എടുത്തത്, അതുകൊണ്ട് ഇൻറ്റ് ഉപയോഗിച്ചു. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് വേണ്ടി വന്നതെങ്കിൽ, അതിന് വേണ്ടിയാണ് അറേ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടൈപ്പ് ഫ്ലോട്ട് ആയിരിക്കണം. എന്തായാലും നമുക്ക് ജനറലി ഇങ്ങനെ പറയാം, ഡേറ്റ ടൈപ്പ് ഫോളോഡ് ബൈ അറേ നെയിം ആൻഡ് സൈസ് വിത്തിൻ എ പെയർ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ്. ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കണം, അറേ നെയിം ആ കോമൺ ആയിട്ട് ഉപയോഗിച്ച വേർഡ്, നേരത്തെ കേസിൽ M, ദാറ്റ് ഈസ് ദ അറേ നെയിം.
പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ വെറുതെ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ മതി, ദാറ്റ് മീൻസ് സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ളതോ അത് പാരന്തസിസ് എന്ന് വേണം പറയാൻ. പിന്നെ ഇങ്ങനെ വരുന്നതോ അത് കേർലി ബ്രേസസ്, സിംപ്ലി ബ്രേസസ്. പിന്നെ ഇങ്ങനെ വരുന്നതോ ഏതാ, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ, ആംഗുലർ ബ്രാക്കറ്റ്സ്. അപ്പോൾ ഓരോന്നിനും പ്രത്യേകം പേരുകളുണ്ട്. നമ്മൾ പൊതുവിലെല്ലാം ബ്രാക്കറ്റ്സ് എന്ന് പറയും. പക്ഷേ നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ക്ലാസ് ഇരിക്കുമ്പോഴത്തേനും ഇതിനെല്ലാം കൃത്യമായ പേരുകൾ തന്നെ ഓർമ്മയിൽ വേണം. ഞാനിനി ബ്രാക്കറ്റ്സ് എന്ന് മാത്രം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് സ്ക്വയർ ബ്രാക്കറ്റാണ്. അറേയുടെ കോണ്ടെക്സ്റ്റിൽ സ്ക്വയർ ബ്രാക്കറ്റേ ഉള്ളൂ അറേ എന്ന് പറയുമ്പോൾ. എനിവേ, സ്ക്വയർ ബ്രാക്കറ്റിൽ സൈസ് പറയണം. ആൻഡ് ദ സൈസ് ഷുഡ് ബി ആൻ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് എന്ന് കരുതി അതൊരു പ്രത്യേക വാല്യൂ ആയിരിക്കണമെന്നുമില്ല. ഏതെങ്കിലും ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കണം, ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അത് 10 ആകാം, 50 ആകാം, 20 ആകാം, 25 ആകാം. എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണോ ആ അറേയിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ നമ്പറിനെ സൂചിപ്പിക്കുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ. ചുരുക്കി പറഞ്ഞാൽ വേരിയബിൾ എഴുതരുത് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇഷ്ടമുള്ള ഒരു കോൺസ്റ്റൻറ്റ് അവിടെ എഴുതാം, ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ അറേ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇനി അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മെമ്മറി അലോക്കേഷൻ നടക്കും. അറേ ഡിക്ലെയർ ചെയ്യുമ്പോഴും മെമ്മറി അലോക്കേഷൻ നടക്കും. ഇതാ നോക്കിക്കോളൂ, AR എന്ന പേരിൽ അടുത്തടുത്തുള്ള 10 ലൊക്കേഷൻസ് റിസർവ്ഡ് ആകുന്നു. 4 bytes ഈച്ചുള്ള 10 ലൊക്കേഷൻസ്. നമുക്ക് ഓരോ ലൊക്കേഷൻ അകത്തേക്കൊന്ന് കയറി നോക്കാം. ഒന്ന് സൂക്ഷ്മതയോട് നോക്കിക്കോളൂ. ഈച്ച് ലൊക്കേഷൻ കൺസിസ്റ്റ് ഓഫ് 4 bytes ഓഫ് മെമ്മറി. അതെന്തുകൊണ്ടാണ്? ഇൻറ്റ് ഡേറ്റ ടൈപ്പ് അല്ലേ യൂസ് ചെയ്ത്. അപ്പോൾ 4 bytes ഉപയോഗിച്ചാണ് ഒരു ഇൻറ്റിജറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ലൊക്കേഷനകത്തും 4 bytes ഉണ്ട്, 4 cells ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു, കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ മെമ്മറിയുടെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചു അല്ലേ. മെമ്മറി ഈസ് എ കളക്ഷൻ ഓഫ് സെൽസ്. ഈച്ച് സെൽ ക്യാൻ കണ്ടെയ്ൻ 1 byte ഓഫ് ഡേറ്റ. ഈച്ച് സെൽ ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ എ യൂണീക്ക് നെയിം കോൾഡ് മെമ്മറി അഡ്രസ് എന്നൊക്കെ. ഇവിടെ അത്രത്തോളമൊന്നും ഓർത്തിരിക്കണം, ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും ഒരു ലൊക്കേഷനകത്ത് ഈ കേസിൽ 4 സെല്ലുകളുണ്ട്. ആ സെല്ലിൻ്റെ അഡ്രസ്സ് കൂടി ഞാനിവിടെ കാണിക്കുന്നു. ഒന്നാമത്തെ സെല്ലിൻ്റെ അഡ്രസ്സ് 1000 എന്ന് കാണിച്ചു. നോർമലി അടുത്തത് എന്തായിരിക്കും? ഓബ്വിയസ്ലി 1001, 1002, 1003 അങ്ങനെയായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ലൊക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൽ എന്ത് വരും? 1004. ഓക്കെ, അതങ്ങനെ വിട്ടോട്ടെ. അപ്പോൾ മെമ്മറി അലോക്കേഷൻ ഈ രീതിയിലായിരിക്കും നടക്കുക. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. സൈസ് ഓഫ് ഈച്ച് ലൊക്കേഷൻ ഇൻറ്റ് AR of 10, നമ്മൾ M of 50 എന്നത് മാറ്റി സൗകര്യത്തിന് വേണ്ടി ഇൻറ്റ് AR of 10 എന്ന ഒരു അറയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ARന് വേണ്ടിയാണ് 10 ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ലൊക്കേഷൻ്റെ സൈസ് എത്രയാണെന്നാണ് ചോദിച്ചത്. എത്രയാ? 4 bytes. ശരിയാണ്. അങ്ങനെയെങ്കിൽ ഈ അറേക്ക് വേണ്ടിയുള്ള ടോട്ടൽ സ്പേസ്, AR എന്ന അറേക്ക് വേണ്ടിയുള്ള ടോട്ടൽ സ്പേസ് എത്രയായിരിക്കും? അതെ, 40. അതെങ്ങനെ കിട്ടി? 10 into 4. നമ്പർ ഓഫ് എലമെൻറ്റ്സ് 10 ആണ്. ഈച്ച് ലൊക്കേഷൻ റിക്വയർസ് 4 bytes. നാച്ചുറലി 10 into 4, 40 bytes. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് അറേ ഇനിഷ്യലൈസേഷൻ. വേരിയബിൾ ഇനിഷ്യലൈസേഷൻ നമുക്കറിയാം അല്ലേ. ഇൻറ്റ് A = 5 എന്ന് പറഞ്ഞപ്പോൾ എക്ക് വേണ്ടി 4 bytes മെമ്മറി അലോക്കേറ്റ് ചെയ്തു. അതിനകത്ത് 5 എന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. വെറും ഇൻറ്റ് A എന്നേ പറഞ്ഞുള്ളൂവെങ്കിലോ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അതിനകത്ത് എന്തായിരിക്കും? ഒന്നുമില്ല എന്ന് പറഞ്ഞു കളയരുത്, എന്തോ കാണും. എന്തായാലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നും ഉണ്ടാവില്ല. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന വാല്യൂസ് ഒന്നും ആയിരിക്കില്ല അതിനകത്ത് ഉണ്ടാവുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇൻറ്റ് A = 5 എന്ന് പറയുമ്പോൾ കൃത്യമായും 5 എന്ന വാല്യൂ എയുടെ ലൊക്കേഷനകത്തുണ്ടാകും. അതുപോലെ ഇൻറ്റ് AR of 10 എന്ന് മാത്രം പറഞ്ഞാൽ 10 ലൊക്കേഷൻസ് വിൽ ബി റിസർവ്ഡ്. അതിനകത്ത് എന്തൊക്കെയോ ഉണ്ടാകും. എന്തായാലും നമുക്ക് പറയാവുന്ന, നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇൻറ്റിജേഴ്സ് ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനിഷ്യലൈസ് ചെയ്യാം. വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തതുപോലെ തന്നെ അറേയും ഇനിഷ്യലൈസ് ചെയ്യാൻ സാധിക്കും. എന്താ ചെയ്യേണ്ടത്? ആ ഡിക്ലറേഷൻ ഷുഡ് ബി ഫോളോഡ് ബൈ the list of values, the comma separated list of values within a pair of braces should be given using assignment operator. കണ്ടോളൂ, int AR10 equals ബ്രേസസിനുള്ളിൽ ആ 10 വാല്യൂസ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് അറേ ഡിക്ലറേഷൻ കം ഇനിഷ്യലൈസേഷൻ ചെയ്തിരുന്നുവെങ്കിൽ മെമ്മറി അലോക്കേഷൻ എങ്ങനെയായിരിക്കും? ഇതാ കാണുന്നുണ്ടല്ലോ, ARന് വേണ്ടി 10 ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്യുന്നു. അതിൻ്റെ പിന്നാലെ ഈ പറഞ്ഞ 10 വാല്യൂസും കൂടി സ്റ്റോർ ചെയ്യുന്നു. റൈറ്റ്? ഞാൻ 2 ഇനിഷ്യലൈസേഷൻ കൂടി നിങ്ങളെ കാണിക്കാം. ഫ്ലോട്ട് നം 2.5, 6.78, 0.25, 3.14, 7.9. ഓക്കെ, ഒരെണ്ണം കൂടി ഞാൻ കാണിക്കാം. ഇൻറ്റ് P10 വാല്യൂസ് 10, 20, 30, 40, 50, 5 വാല്യൂസ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സിലും എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടോ? ഈ 2 ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റിലും കാണുന്നുണ്ടല്ലേ? അതെ, ചിലർ പറയുന്നുണ്ട് സാറേ അവിടെ ഒരു മിസ്സിംഗ് ഉണ്ട്. എന്തുവാ മിസ്സിംഗ്? ഫ്ലോട്ട് നം സൈസ് കാണുന്നില്ല അല്ലേ? നമ്മൾ പറഞ്ഞു അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഡേറ്റ ടൈപ്പ് വേണം, അറേ നെയിം വേണം, സൈസ് വേണം. അതൊരു ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്, ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കണമെന്നും പറഞ്ഞു. പക്ഷേ ഇവിടെ അത് കാണുന്നില്ല. അപ്പോൾ തെറ്റല്ലേ സാറേ? അല്ല, ഇവിടെ തെറ്റല്ല. കാരണം ഇനിഷ്യലൈസേഷൻ നടന്നിരിക്കുന്നത് കൊണ്ട്
Since we have given 5 values as the initial values for that array, its size will be എത്ര ആയിരിക്കും? 5 ആയിട്ട് അതങ്ങ് സെറ്റ് ചെയ്യും. 5 വാല്യൂസ്, 5 നമ്പേഴ്സ് നമ്മൾ കൊടുത്തു, അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ് 5 ആയിട്ട് അതങ്ങ് സെറ്റ് ചെയ്തോളും. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വാല്യൂസ് ഇല്ലെങ്കിൽ നിർബന്ധമായിട്ടും സൈസ് പറഞ്ഞേ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ഷുഡ് ബി ആൻ ഇൻറ്റിജർ വാല്യൂ, ആൻ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഇഷ്ടമുള്ള ഏതെങ്കിലും വാല്യൂ ആകാം എന്നേ ഉള്ളൂ. അടുത്തതോ ഇൻറ്റ് P10. അവിടെ എന്താ പ്രശ്നം? നിങ്ങൾ പറയുന്നുണ്ട് 10 ആണ് സൈസ് കൊടുത്തത്, പക്ഷേ 5 വാല്യൂസേ കൊടുത്തിട്ടുള്ളൂ, ബാക്കി എന്തായിരിക്കും? അങ്ങനെ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. 10 ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്യുന്നു, 5 വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നു, ബാക്കി 5 ലൊക്കേഷൻസിൽ എന്തായിരിക്കും? എന്തെങ്കിലും ആയിരിക്കും. സാർ അങ്ങനെയല്ലേ നേരത്തെ പറഞ്ഞത്? പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. ഒരു അറേയിൽ ഒരു ലൊക്കേഷനിലെങ്കിലും നമ്മൾ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ലൊക്കേഷൻസ് വിൽ ബി ഫിൽഡ് ബൈ സീറോസ്. അപ്പോൾ ഇവിടെ 5 ആദ്യത്തെ 5 ലൊക്കേഷൻ അവിടെ ഈ പറഞ്ഞ വാല്യൂസ് 10, 20, 30, 40, 50 വെച്ച് ഫില്ല് ചെയ്തു. ബാക്കിയുള്ള 5 ലൊക്കേഷനിലും 0 ആയിരിക്കും. നമ്മളായിട്ട് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂസ് വരും. പക്ഷേ ഒരു ലൊക്കേഷനിലെങ്കിലും വാല്യൂ കൊടുത്തു പോയാൽ ബാക്കി സ്ഥലങ്ങളിൽ 0 വെച്ച് ഫില്ല് ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അറേയുടെ ഒരു നീഡിനെ കുറിച്ച് പറഞ്ഞു, അറേ എന്താണെന്ന് പറഞ്ഞു, അറേയുടെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു, അറേ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടു, അറേ ഇനിഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടു. അപ്പോൾ ഒരു കുഞ്ഞു പണി നിങ്ങൾക്ക് തരുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 36 അവിടെ ഒരു ലെറ്റസ് ഡു ആക്ടിവിറ്റി ഉണ്ട്. 4 ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കുമുള്ളത്. നിങ്ങൾക്ക് പക്ഷേ 2 എണ്ണമേ തരുന്നുള്ളൂ. വേറൊന്നുമല്ല, കുറച്ച് അറേസ് ഡിക്ലെയർ ചെയ്യുക, പിന്നൊന്ന് അറേ ഇനിഷ്യലൈസ് ചെയ്യുക. അപ്പോൾ അത് എഴുതി പൂർത്തീകരിക്കുക. നമ്മളതിൻ്റെ ഉത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അറേ അടുത്തടുത്തിരിക്കുന്ന എലമെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത്. പക്ഷേ നമ്മൾ അകലം പാലിച്ച് തന്നെ ഇരിക്കണം. സ്റ്റേ സേഫ്, കീപ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. So all the best.